മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടന്ന് കുഴികൾ കാണാൻ പറ്റാത്ത അപകടം ഒളിഞ്ഞിരിക്കുന്ന സർക്കാർ സംരക്ഷണ സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന മാടായിപ്പാറ എന്ന അതിമനോഹരമായ ഉദ്യാനം. ഈ മനോഹരമായ സ്ഥലത്തെ ഇക്കോളജിക്കൽ പാരഡൈസ് എന്ന് വിശേഷിപ്പിക്കുന്നു. 700 ഏക്കറോളം സ്ഥിതി ചെയ്യുന്ന ഈ പാറയുടെ ഭംഗി ആസ്വദിക്കാൻ നാനാൻ ഭാഗത്തു നിന്നും 4000-ലധികം പേർ വരാറുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ നടന്ന ഒരു അപകടത്തിൻ്റെ തുറന്നു പറച്ചിലും അപകടം ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നീ അന്ന് ഇവിടെ അല്ലേ വീണേ? അപ്പൊ എന്താ സംഭവിച്ചത്? ദിവസം ഇങ്ങനെ ഔട്ടിങ് വന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇവിടെ കളിച്ചടക്കുന്നുണ്ടേ. കളിച്ചടന്ന് പിന്നെ ചെടിയൊക്കെ ആയി ഇവിടെ ഈ പ്രദേശം മൊത്തം വെള്ളമായിരുന്നു. ഇങ്ങനെ കുഴിയൊന്നും കാണില്ലായിരുന്നു. എല്ലാവരും സൈഡൊന്നും കാലം കഴിയുന്നുണ്ട്. ടീച്ചർ വിളിച്ച് പോവാ. അപ്പോൾ എല്ലാവരും കാലം കഴിഞ്ഞു. ഞാൻ തമാശ വേണ്ടി എല്ലാവരും വെച്ച് വെള്ളം ഇതാക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ട് കാലൊന്ന് കഴുകി ഇങ്ങോട്ട് നടന്ന് അപ്പോഴത്തേക്കൊരു കുഴിയിൽ ഇങ്ങനെ പോയി. ഉള്ളിലേക്ക് പോയപ്പോൾ വെപ്രാളല്ല, നീന്താൻ അറിയില്ല. നീന്താൻ മറ്റേ എൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായി കൂട്ടുകാർ ജിതിൻ രാജ്. എല്ലാവരും വിചാരിച്ച് ഞാൻ തമാശ കളിക്കുന്ന വിചാരിച്ച്. അവന് മനസ്സിലായി ഞാൻ ഇതിൻ്റെ നേരത്തെ പഠിക്കുന്നതെന്ന്. അപ്പം അവൻ ചാടി എന്നെ രക്ഷിച്ച്. ഞാൻ വെപ്രാളത്തിന് അവനെ പിടിച്ച് മുക്കി. അവൻ പറഞ്ഞ് നല്ല ആഴുണ്ടായി അങ്ങനെ പിന്നെ കയറി. ഞാൻ വീണതിന് ശേഷമാണ് ഈ കമ്പിവേലിയൊക്കെ കെട്ടിയത്, വെൽഡ് ചെയ്തത്. അതിലൂടെ മരണമുണ്ടായി. അതായത് ഈ വഴിയില് മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ പോകുന്ന അപ്പോൾ ഈ ഉള്ളിൽ കറിയിട്ട് നമുക്ക് മനസ്സിലാവില്ല. വെള്ളം അത് കമ്മിട്ട് പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അവന് ഒരു മുസ്ലിം ചങ്ങയാണ്. അപ്പോൾ ഓൻ സംഭവിച്ച് ഫോൺ ചെയ്തുകൊണ്ട് പോയതാണ്. ഫോൺ ചെയ്തുകൊണ്ട് അവർക്ക് അങ്ങനെ പോയി. അവർക്ക് പോയാൽ അവൻ നീന്തറിയില്ല. അപ്പോൾ കുറേ വീഴ്ചയുണ്ടായിരുന്നു. അതിൽ വീഴ്ചകൊണ്ടിട്ടു. അതിൽ താന്നു. വൈകുന്നേരം നമ്മൾ ചങ്ങായി പോയിട്ട് അന്ന് ഫുൾ ആളാണ്. ജനങ്ങൾ തേച്ചുകൂട്ടിയിട്ടായി. ഇങ്ങനെയുള്ള അപകടങ്ങൾ തടയാൻ അസോറസ് ടീം 2025 GMRHSS ഫോർ ബോയ്സ് പട്ടുവം കണ്ണൂർ സൃഷ്ടിവേദിയിൽ ചില നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കട്ടെ. 1. മാടായിപ്പാറ പ്രദേശനിവാസികൾക്ക് ആദ്യം തന്നെ ഈ വിഷയത്തിൽ ഒരു ബോധവൽക്കരണം കൊടുക്കുക. 2. അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാം. 3. അസോറസ് ടീം മുൻപോട്ട് വയ്ക്കുന്ന നവീന ആശയമായ ഡ്രോൺ മോണിറ്ററിംഗ് പ്രൊജക്ട് നടപ്പിലാക്കുന്നത് വഴി ഈ പ്രദേശത്തെ നിരീക്ഷണവും സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താം. ഡ്രോണുകളുടെയും നെറ്റ്വർക്കുകളുടെയും അലേർട്ട് GPS-ൻ്റെ സഹായവും സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ, ഏരിയ മാപ്പിംഗ് ആൻഡ് ഫ്ലൈറ്റ് പാത്ത് പ്ലാനിംഗ് എന്നീ ഘട്ടം ഘട്ടമായുള്ള തയ്യാറെടുക്കൽ വഴി ഈ പ്രൊജക്റ്റിൻ്റെ സാങ്കേതിക വശം നടപ്പിലാക്കാം. ഗ്രൗണ്ട് സ്റ്റേഷൻ സെറ്റപ്പ്, ചാർജിംഗ് സ്റ്റേഷൻ, ട്രെയിൻഡ് ഓപ്പറേറ്റർ എന്നിവ ചേർത്ത് ഈ സംവിധാനം പ്രാവർത്തികമാക്കാം. ആഴ്ചയിലും മാസത്തിലും ഓട്ടോ ജനറേറ്റഡ് റിപ്പോർട്ട് തയ്യാറാക്കി സൂക്ഷിക്കാം. ആവശ്യമായ ഗവൺമെൻറ് വിഭാഗങ്ങളുടെ ഔദ്യോഗിക അനുവാദത്തോടു കൂടി അസോറസ് 2025 നടപ്പിലാക്കാം. സേഫ്റ്റി ഈസ് ഓൾവേസ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി. എല്ലാത്തിനും ഉപരി നമുക്ക് ഒന്നായി നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം. നല്ല സുരക്ഷിത ഭാവിക്കായി. നന്ദി.